ഹലോ. അപ്പോൾ നമുക്കേ കണ്ണാടിക്കൽ ചന്ത തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒന്ന് പോയി വരാം കേട്ടോ. ചന്ത എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ കാലിച്ചന്തയായിരുന്നു എന്നാണ് ഏട്ടൻ പറഞ്ഞു കേട്ടത്. എനിക്കറിയില്ല. കൂറ്റഞ്ചേരി അമ്പലത്തിൽ കൊടിയേറിയാലാണ് ചന്ത തുടങ്ങുന്നത്. ആദ്യം മുഴുവൻ കാലികളായിരുന്നു എന്ന് പറഞ്ഞു. കാലികളെന്ന് പറഞ്ഞാൽ പല സ്ഥലത്തുനിന്നും പലരും കൊണ്ടുവരും പോലും. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലേലം വിളിച്ചും മറ്റും വിൽക്കുകയും ചെയ്യും. ഇപ്പോൾ കാലികളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ മുഴുവൻ സ്റ്റാളുകളാണ്. സാധാരണ നമ്മൾ കാണാറുള്ളത് പോലെ തന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ കുറേ ഫാൻസി ഷോപ്പുകൾ പോലെ കളിപ്പാട്ടങ്ങളും ജ്വല്ലറീസും അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ കളിക്കാനുണ്ട് ഒരുപാട് കുട്ടികൾക്ക്. യന്ത്രൂഞ്ഞാലുണ്ടായിരുന്നു, മരണക്കിണറുണ്ടായിരുന്നു, മറ്റേ തോണി ഉണ്ടായിരുന്നു. യന്ത്രൂഞ്ഞാൽ 2 ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. സാധാരണ ഒന്നേ ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ പറഞ്ഞ പോലെ ഫുഡ് കണ്ടില്ലേ, മുളക് ബജ്ജി, കോളിഫ്ലവർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. മരണക്കിണറുണ്ടായിരുന്നു. ഞങ്ങൾ മരണക്കിണർ കയറിയായിരുന്നു കേട്ടോ. മക്കൾ കണ്ണൻ തോണിയിൽ കയറി, ഒറ്റയ്ക്ക് കയറി. പിന്നെ അപ്പോൾ നമുക്ക് മരണക്കിണറൊന്ന് കാണാം. മരണക്കിണർ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ലേഡി ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണുമ്പോൾ നമുക്കൊരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവും. അവർക്കൊന്നുമില്ല കേട്ടോ. അവർ കൂളായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നന്ദൂട്ടി ഹെലികോപ്റ്ററിൽ കയറിയിരിക്കുന്നുണ്ട്. അവൾ അതിലാണ് കയറിയത് കേട്ടോ. വേറെ കുട്ടികളും ഉണ്ടായിരുന്നു. അത്ര സ്പീഡിലൊന്നും പറന്നിട്ടില്ല, എന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവളത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണൻ തോണിയിൽ കയറാൻ എന്നെ കുറേ ക്ഷണിച്ച്. പക്ഷേ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. ഞാൻ കയറാറുണ്ട്, സാധാരണ അവൻ്റെ കൂടെ എപ്പോഴും ഞാനാണ് കയറാറുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഞാൻ കയറിയില്ല. ഇത് പിന്നെ നമ്മുടെ ഈ ഒരു 30 രൂപ കൊടുത്തിട്ട് ഒരു റിങ് തരും. റിങ് എറിഞ്ഞിട്ട് അത് എന്തിലാണോ വീഴുന്നത് ആ സാധനം നമുക്ക് എടുക്കാം. അതൊക്കെ വെറുതെയാണ് കേട്ടോ. ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഒരു പ്രാവശ്യം ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നൊന്നും കിട്ടിയില്ല. പിന്നെ കുറേ സ്റ്റാളുകൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ സ്റ്റാളുകൾ, വളയും മാലയും കത്തിയും കോടാലിയും എന്ന് പറഞ്ഞ പോലെ ഒരുപാടുണ്ടായിരുന്നു. ചെടികളുണ്ടായിരുന്നു. ഞങ്ങൾ അധികമൊന്നും വാങ്ങിയില്ല കേട്ടോ. കുറച്ച് മോക്കൊരു മാലയും വളയൊന്നും വാങ്ങിയില്ല, അങ്ങനെയൊന്നും വാങ്ങിയില്ല. ഇതും ഒരു ചോക്ലേറ്റിൻ്റെ ഒരു സാധനമാണ്. കേക്കിൽ ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ് ആക്കിയിട്ടുള്ള. എല്ലാം കണ്ടു എന്നല്ലാതെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങുകയൊന്നും ചെയ്തിട്ടില്ല. ചട്ടികളുണ്ടായിരുന്നു, കുറേ ചട്ടി ഉണ്ടായിരുന്നു, കുങ്കുമം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വിഗ്രഹങ്ങളില്ലേ, കൃഷ്ണൻ്റെയും ദേവിയുടെയൊക്കെ, അതുണ്ടായിരുന്നു. പിന്നെ കയ്യിൽ മൈലാഞ്ചി പോലെ പ്രസ് ചെയ്യുന്നൊരു സംഭവമല്ലേ, അച്ച് വെച്ചിട്ട്, അതുണ്ടായിരുന്നു കേട്ടോ. അത് നന്ദുട്ടി ചെയ്തു. കണ്ണനും ചെയ്തു ഒന്ന്. കണ്ണൻ ആദ്യം എന്തൊക്കെയോ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ശൂലത്തിൻ്റെത് വെച്ചിട്ട് ചെയ്തു. ഭയങ്കര സന്തോഷമായിട്ടോ അത് ചെയ്തപ്പോൾ നന്ദുവിന്. പക്ഷേ സംഭവം വീട്ടിലെത്തി 1-2 വാഷ് ചെയ്തപ്പോൾ തന്നെ പോയി. പക്ഷേ കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. പണ്ട് ഫ്ലവർ ഷോയ്ക്ക് പോകുമ്പോൾ ഞാനും ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ കയ്യിൽ. അത് കുറേ എന്നോട് പറഞ്ഞു അമ്മയും ചെയ്യുന്നു. പക്ഷേ ഇപ്പം എനിക്കെന്തോ അതിനൊന്നും താല്പര്യമില്ല. പിന്നെന്താ, നന്ദു പറയാം അമ്മ ചെയ്യാത്തതുകൊണ്ട് അവൾക്ക് വിഷമമായെന്ന്. വെറുതെ പറയാം കേട്ടോ. അവൾക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. പലതരം അച്ചുകളും ഉണ്ടായിരുന്നേ. താത്തൻ്റെ കയ്യിൽ ചെയ്ത ചൂലായിരുന്നു, നല്ല അച്ചുണ്ടായിരുന്നു. കടയിലെയോ മുളക് ബജ്ജിയും എല്ലാം ഉണ്ടായിരുന്നു. പല കടയിലെ ചോക്കുമുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അത്ര മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് വാങ്ങിയില്ല കേട്ടോ. എനിക്കൊരു മാല മേടിച്ച്, എനിക്കൊരു വാച്ച് മേടിച്ച്, താട്ടനൊരു വാച്ച് മേടിച്ച്. പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു.
അവസാന ദിവസമായിട്ട് പോയത്. ഇനി രാത്രി നല്ല വെടിക്കെട്ടൊക്കെ ഉണ്ടാവും. അതിനൊന്നും ഞങ്ങൾ നിന്നില്ല. ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ച് പിന്നെ അവസാനത്തെ പൂജയൊക്കെ കണ്ട് ഇങ്ങോട്ട് ഇറങ്ങി. ആദ്യത്തെ വരവൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഇനി അടുത്ത വർഷം ചന്തയ്ക്ക് കാണാം.